വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പൂക്കാട്ടൂടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ 3BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വീട് നോക്കുന്നവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. 4 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 സ്പേഷ്യസ് ആയ കാർ പാർക്കിങ്ങോട് കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 950 മീറ്ററും ചാത്തല ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 800 മീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 8.5 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം സ്ക്വയർ ട്യൂബ് ഡിസൈനും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ടെക്സ്ചർ പെയിന്റ് വർക്കുകളുമാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡിൽ നിന്ന് നേരെ ഈ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ടുള്ള റോഡിന്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ടെക്സ്ചർ പെയിന്റ് വർക്കുകളോട് കൂടിയാണ് വരുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ പടിഞ്ഞാറ് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. കൂടാതെ അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ബാക്ക് സൈഡിലായിട്ട് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ അലക്കുകല്ലും നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു സിറ്റ് ഔട്ടിൽ 2 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റ പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു വുഡൻ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്ത് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന് വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളും ഉള്ള സ്പേസ് വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്റ്റോറേജും ഒക്കെ സ്പേസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റും ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ്ങിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള മിററും ഇതൊക്കെ സ്പേസോടും കൂടി ഭംഗിയായി തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ സ്വിച്ചസും പോളിക്യാബിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡിനായിട്ട് തേക്ക്, മഹാഗണി, ആഞ്ഞിലി എന്നിവയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെർട്ടിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഭംഗിയെ പാനലിംഗ് ഒക്കെ ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് വരുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും എംഎസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഒരു കോർണറിലേക്ക് മാറി നമുക്കൊരു ടേബിൾ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയ ഈ ഒരു അപ്പർ ലിവിന് അത്യാവശ്യം വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് സ്പേഷ്യസ് ആയി ഒരു ബാത്റൂമിൽ വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും എല്ലാ ബാത്റൂമിലും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സ്പേസ് അല്പം പോലും പോകാതെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും വരുന്നത്. ഹീറ്റിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും മറ്റൊരു കോർണറിലേക്ക് മാറി വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്ത് ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ എംഎസിലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും സ്പേഷ്യസ് ആയ 2 കാർ പാർക്കിങ്ങോട് കൂടിയ ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.